ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉയിർ എന്ന മൂവിയെ പറ്റിയാണ്. ഒ ടി ടി റിലീസ് ഇന്നലെ മാത്രം ആണ് ഒ ടി ടിയിൽ റിലീസായത്. അതിനുശേഷം ഞാൻ ഇരുന്ന് കണ്ടു. നൈറ്റ് ജോബ് കഴിഞ്ഞിട്ട് ഫ്രീ ആയിരുന്നപ്പോൾ ഫുള്ള് കണ്ടു. നമുക്ക് മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുന്നില്ല, കാണാം. അതായത് ഒരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തുണ്ടാക്കിയ ഒരു പോലീസ് ക്രൈം ത്രില്ലറാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മർഡർ. അതേപോലെ ഇതിൽ അവർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു റിയൽ സ്റ്റോറിയാണ്. അതായത് നമുക്കിത് ലാസ്റ്റ് മനസ്സിലാവുള്ളൂ ഇതെല്ലാം നടന്ന സംഭവമാണ്. അപ്പോൾ അവർക്ക് അധികം ഇതിൽ കാട്ടിക്കൂട്ടാൻ പറ്റില്ല. അത് കണ്ടപ്പോൾ തന്നെ തോന്നുന്നുണ്ട്. കാരണം ഒരു മൂവി എന്നതിലുപരി കുറച്ച് ലാഗ് അത്യാവശ്യം ഉണ്ട്. അതായത് ഇതിൽ ആക്ടേഴ്സ് ഞാൻ പറയാം. ഡയറക്ടറായി വരുന്നത് പത്മകുമാർ ആണ്. ആക്ടേഴ്സ് അജീബ് എന്ന ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത് റോഷൻ മാത്യു, പിന്നെ സന്തോഷ്, അതായത് നമ്മുടെ ബൈജു ഏട്ടൻ. ഓക്കെ, നമ്മളെ മിന്നൽ പോലിലെ പോലീസ് ഇല്ലേ, ഏടേ സംഭവമുണ്ടല്ലോ ആള്. പിന്നെ നമ്മുടെ ഒരു ഇതിൽ ലേഡി ക്യാരക്ടർ വരുന്നത് ശോഭ എന്നൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള ഒരു ലേഡിയാണ്. പിന്നെ നമ്മുടെ തമിഴിലൊക്കെ പോയി അഭിനയിച്ച നമ്മളൊരു മലയാളി ഉണ്ട്, അതൊരു ആളാണ് വില്ലനായിട്ട് വരുന്നത്. ബട്ട് വലിയൊരു മൂവിയൊന്നുമല്ല. 2 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഉയിര്. ഇതിലവർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, കുട്ടികൾ ഇല്ലാത്ത, അതായത് ഉണ്ടാവാത്തവരുണ്ടാവുമല്ലോ, അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ, അവരുടെ ഒരു അവസ്ഥ അതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ കുട്ടികൾ ഉള്ളവർ ആ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. കറക്റ്റ് അതാണ് അവർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ കുട്ടികളെ കാണാതാവുന്ന ആ ഒരു സിറ്റുവേഷൻ, പിന്നെ റിയൽ സ്റ്റോറി ബേസ്ഡ് ആണ്. നിങ്ങൾ കാണുക, മൂവി കാണുക. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലും അതേപോലെ നമ്മുടെ ഒ ടി ടി ടെലഗ്രാമിലൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു സീരീസ് ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് 6-7 ഭാഗങ്ങളുള്ള സീരീസ്. കാരണം ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോഴും ഭാഗം 1 അല്ലെങ്കിൽ സീരീസ് 1, സീരീസ് 2 അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടത് ഒരു 2 മണിക്കൂറിൻ്റെ 2 മണിക്കൂറും 19 മിനിറ്റുമുള്ള ഒരു മൂവിയാണ്. ബട്ട് കണ്ടിരിക്കാം, വലിയ മോശമായിട്ടുള്ള മൂവി ഒന്നുമല്ല. കുറച്ച് ലാഗ് ഉണ്ട് സത്യം പറഞ്ഞാൽ. അത് പിന്നെ നമ്മൾ കണ്ടുവന്ന സ്റ്റോറികൾ തന്നെയാണ്, ഓൾമോസ്റ്റ് കണ്ടുവന്ന സ്റ്റോറികൾ തന്നെയാണ്. ആദ്യം നമ്മൾ ഒരുപാട് ചിന്തിക്കും എന്തൊക്കെയാ വരാനുണ്ട്. ബട്ട് നോർമലി അങ്ങനെ പോവും, അത്രേ ഉള്ളൂ. കണ്ടിരിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പം നിങ്ങൾ ഇന്നലെ മാത്രം ഒ ടി ടിയിൽ ഇറങ്ങിയ മൂവിയാണ്. ഞാൻ റിവ്യൂ പറയുന്നതൊക്കെ ഒ ടി ടിയിൽ ഇറങ്ങിയ മൂവികളായിരിക്കോട്ടോ. പിന്നെ ഇനി ഓണത്തിനൊക്കെ ഒരുപാട് ഇൻ ഗെയിം വരുന്നുണ്ട്, ഖലീഫ വരുന്നുണ്ട്, ടോക്സിക് വരുന്നുണ്ട്, ബെത്തലേം, അങ്ങനെ നമ്മളെ നിവിൻ പടം വരുന്നുണ്ട്. അങ്ങനെ 5-6 പടം വരുന്നുണ്ട്. അതൊക്കെ പറ്റുന്നൊക്കെ പോയി കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ പറയും. അപ്പോൾ ഇതാണ് ഉയിർ എന്ന മൂവിൻ്റെ റിവ്യൂ. കാണാം, ബട്ട് വലിയൊരു സംഭവം പ്രതീക്ഷിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. റോഷൻ മാത്യുയുടെ ആക്ടിങ് അത്യാവശ്യം നല്ലൊരു ഒരു ക്വാളിറ്റി ആക്ടിങ് ആണ് ആസ് എ പോലീസ് ഓഫീസർ. ഒപ്പം ബൈജു സന്തോഷും. പിന്നെ ഇതിൽ നമ്മുടെ ഇവരുടെ ഒരു കമ്മീഷണർ ഉണ്ട്. അതായത് ഈ ബൈജു സന്തോഷിൻ്റെയും അതേപോലെ നമ്മുടെ റോഷൻ മാത്യുവിൻ്റെയും ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരാളുണ്ട്. തടിച്ചിട്ടുള്ള ആളല്ല, വേറൊരാളുണ്ട്. കമ്മീഷണറോ ഐ ജിയോ ആരിലായിരിക്കാം. ആളുടെ ആക്ടിങ് അല്ല, ആളുടെ ഡബിങ് ഒരു സീരിയൽ പോലെ തോന്നി. ഒരു സീരിയസ്നെസ് ഇല്ല. സീരിയസ്നെസ് ഉണ്ട്, പക്ഷേ ഡബിങ് ആ ഒരു ഫ്രെയിമുകൾ മൊത്തത്തിലൊരു സീരിയൽ പോലെ തോന്നി. അങ്ങനെ ഒരു ഫ്രെയിം തോന്നി. അത് മാത്രം നെഗറ്റീവായി തോന്നി. ബാക്കിയെല്ലാം കണ്ടിരിക്കാം. അങ്ങനെ പറ്റിയൊരു മൂവിയാണ് നമ്മുടെ ഉയിർ എന്ന മൂവി. അപ്പോൾ ഇനി അടുത്ത മൂവി കണ്ടിട്ട് അടുത്ത മൂവിയുടെ റിവ്യൂ പറയാം. ഫ്രീ ആകുമ്പോൾ കണ്ട് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ വരും. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ.